Hello friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്ലീനിങ് ടിപ്പായിട്ടാണ്. ഒരു ടോയ്ലറ്റ് ക്ലീനിങ് ടാബ്ലറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ടോയ്ലറ്റൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിക്കാനും നല്ല ഷൈനി ആയിട്ട് ഇരിക്കാനും ചീത്ത മണങ്ങളൊക്കെ പോകാനും വേണ്ടിയിട്ടുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ടാബ്ലറ്റാണിത്. നമ്മൾ ഈ ഒരു ടാബ്ലറ്റ് ഒന്നോ രണ്ടോ ഈ ടോയ്ലറ്റിനകത്ത് ഇട്ട് കഴിഞ്ഞെന്നാൽ ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഈ ടോയ്ലറ്റിനകത്തുള്ള ചീത്ത മണങ്ങൾ അതുപോലെ എന്തെങ്കിലും കറകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം പെട്ടെന്ന് പോയി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലീനിങ് ടാബ്ലറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ബൗൾ എടുത്തിട്ടുണ്ട്. ഒന്ന് വലിയ ബൗള്, ഒന്ന് കുഞ്ഞ് ബൗള്. ഇത് വേണമെന്നൊന്നുമില്ല, ഇതിപ്പോൾ ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി. ഇപ്പം ഞാൻ ഒരു കുഞ്ഞ് ബൗൾ എടുത്തിരിക്കുകയാണ്. അതൊന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു സ്പ്രേ ബോട്ടിലാണെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ, ഈ ഒരു കാര്യത്തിന് മാത്രം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളമുള്ള സാധാരണ പച്ചവെള്ളം ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി കാരണം നമ്മൾ ഇതിനകത്ത് ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ചേർക്കുന്നത് റോസ് വാട്ടറാണ്. നമുക്കിതിന് പകരം എസെൻഷ്യൽ ഓയിൽ ചേർക്കാം, നമ്മുടെ നാട്ടിൽ പുൽത്തൈലം കിട്ടുന്നുണ്ടല്ലോ അത് ചേർക്കാം, ഇല്ലെങ്കിൽ കംഫർട്ട് ചേർക്കാം. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷനാണ് നമ്മുടെ നാട്ടിൽ ഈ ഒരു നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉണ്ടല്ലോ, അതാണെങ്കിലും 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി, 1-2 ടേബിൾ സ്പൂൺ. അപ്പോൾ അങ്ങനെ ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി വലിയ ബൗളിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ എടുക്കാൻ പോകുന്നത് 1/2 കപ്പോളമുള്ള ബേക്കിംഗ് സോഡയാണ് എടുക്കുന്നത്. ഈ ബേക്കിംഗ് സോഡയാണ് ഇതിനകത്ത് നമ്മുടെ ടോയ്ലറ്റിനകത്തുള്ള ചീത്ത മണങ്ങളൊക്കെ വലിച്ചെടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ ബേക്കിംഗ് സോഡ ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അടുത്തത് ഞാൻ ചേർക്കാൻ പോകുന്നത് സിട്രിക് ആസിഡ് ആണ്. അതിപ്പോൾ എല്ലാ കടകളിലും കിട്ടും, സൂപ്പർ മാർക്കറ്റിൽ കിട്ടും, അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും. ഈ സിട്രിക് ആസിഡ് എന്ന് പറയുന്നത് ഈ ചെളികൾ കറകൾ അതൊക്കെ കളയാനുള്ള ഒരു സംഭവമാണ്. ഇതാണ് സിട്രിക് ആസിഡ്. ഈ പഞ്ചസാരയുടെ തരി പോലെയാണ് ഇത് ഇരിക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇതിങ്ങനെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അളവ് പറയുമ്പം നമ്മൾ 1/4 കപ്പോളം വരുന്ന സിട്രിക് ആസിഡാണ് എടുക്കുന്നത്. 1/2 കപ്പ് ബേക്കിംഗ് സോഡയ്ക്ക് 1/4 കപ്പോളം സിട്രിക് ആസിഡ്. അപ്പോൾ ഇത് രണ്ടുമാണ്. ഇതിനകത്ത് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വെറും 3-4 ഇൻഗ്രീഡിയൻസ് മാത്രമേ. അതിൽ 4ാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഓപ്ഷണലാണ്. അപ്പോൾ ഞാനത് 1/4 കപ്പോളുള്ള സിട്രിക് ആസിഡും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെന്നൊക്കെ പറയുന്നത് ഞാനിവിടെ സ്ഥിരം യൂസ് ചെയ്യുന്നതാണ്, വളരെ എഫക്റ്റീവാണ്. നമ്മുടെ മെയിൻ ക്ലീനിങ്ങിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഇത് ഓരോന്നോ 1-2 ഒക്കെ ഇട്ട് കൊടുത്തുന്ന ടോയ്ലറ്റ് നല്ലതുപോലെ ക്ലീൻ ആയിട്ടിരുന്നോളും. പിന്നെ നമുക്കൊരു മെയിൻ ക്ലീനിങ് ഉണ്ടാവുമല്ലോ ആഴ്ചയിൽ, അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോഴൊക്കെ, അല്ലെങ്കിൽ എന്നും ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ. അപ്പോൾ അതിനിടയ്ക്ക് വരുന്ന ഒരു ഗ്യാപ്പിൽ നമുക്ക് ക്ലീൻ ചെയ്യാനൊന്നും സമയമില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കുറച്ച് ക്ലീനിങ് ടാബ്ലറ്റ് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഇരുന്നോളൂ കേട്ടോ. ഇനി ഒരു ചീത്ത മണങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി ഞാനിവിടെ ഒരു കളർ ചേർക്കുന്നുണ്ട്. നമ്മുടെ സാധാരണ ഫുഡ് കളറാണ് ഞാൻ ചേർക്കുന്നത്. അതൊരു നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് തീർത്തും ഞാൻ പറഞ്ഞല്ലോ ഓപ്ഷണലാണ്. പക്ഷെ നിറം എന്തെങ്കിലും ഒരു ഫുഡ് കളറൊക്കെ ചേർത്ത് നമ്മളത് മിക്സ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇത് കാണാനും നല്ല ഭംഗിയാവും. പക്ഷെ ആ കളറ് നമ്മളെ ടോയ്ലറ്റിൽ വരത്തില്ല കേട്ടോ. ഇപ്പം നമ്മൾ എന്ത് കളർ ചേർത്തെന്നാലും അതിങ്ങനെ കാണുമ്പോൾ മാത്രമേ അത് കളറായിട്ട് ഇരിക്കത്തുള്ളൂ, ടോയ്ലറ്റിൽ ആ കളറൊന്നും വരത്തില്ല. അപ്പോൾ ഇനി ഞാൻ ചേർക്കാൻ പോകും. അപ്പോൾ ആ ഒരു ഫുഡ് കളർ ചേർത്ത് ഒന്ന് ചെറുതായി മിക്സ് ചെയ്തു. ഇനി ഈ ഒരു വെള്ളം ഞാൻ കുറേശ്ശെ തെളിച്ച് കൊടുക്കുകയാണ്. കണ്ടോ, വെള്ളം തെളിച്ച് കൊടുക്കുമ്പോൾ തന്നെ അതൊന്ന് റിയാക്ട് ചെയ്യുന്നത് കണ്ടോ, ബബിൾസ് വരുന്നത് കണ്ടോ. അപ്പോൾ അത് അത്രയും സ്ട്രോങ് ആണ് ഈ സിട്രിക് ആസിഡും ബേക്കിംഗ് സോഡയും കൂടെ ചേരുമ്പോൾ. ഇനി നമുക്കത് കൈ വെച്ചോ സ്പൂൺ വെച്ചോ, കൈയായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഗ്ലൗസ് ഇടേണ്ടവർക്ക് ഇടാം കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പം നമ്മളത് മിക്സ് ചെയ്യുന്നതിൻ്റെ ഒരു കറക്റ്റ് പരുവെന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു കടലിലൊക്കെ പോകുമ്പോൾ മണ്ണ് നനഞ്ഞു കഴിയുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ച് കഴിഞ്ഞെന്ന് അങ്ങനെ വളരെ സ്റ്റിഫായിട്ടും നല്ല വെറ്റായിട്ടൊക്കെ ഇരിക്കത്തില്ലേ, ആ ഒരു പരുവത്തിന് നമുക്കിതൊന്ന് നല്ലതുപോലെ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ചേർക്കുക. ഞാനിവിടെ ഒഴിച്ച വെള്ളം കറക്റ്റായിരുന്നു. അപ്പോൾ ഇതാണ് ഒരു പരുവം. കണ്ടോ, ഇങ്ങനെ ഞാൻ കയ്യിലെല്ലാം എടുത്ത് ഒന്ന് പീച്ചുമ്പോൾ അത് ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് പരുവം കേട്ടോ. അപ്പോൾ ഇനി പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. നമ്മളിനി നമ്മുടെ ഐസ് ക്യൂബൊക്കെ വെക്കുന്ന ട്രേ ഉണ്ടല്ലോ, അതിനകത്ത് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്തൊക്കെ നിറച്ച് വെക്കുകയാണ്. ഞാനിവിടെ ഒരു സിലിക്കൻ്റെ ഒരു ഐസ് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, സിലിക്കൻ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഊരി പോകാൻ എളുപ്പമുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനകത്തോട്ട് നിറച്ചിട്ട് നമ്മളൊരു 5-6 മണിക്കൂറിനകത്ത് നമ്മളിത് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആവാൻ വെക്കണം. കാരണം ഇത് കുറച്ച് കഴിയുമ്പോൾ നല്ലതുപോലെ കല്ല് പോലെ അങ്ങ് കട്ടയായിപ്പോവും. അപ്പോൾ ആ ഒരു പരുവം കിട്ടാൻ
വേണ്ടിയിട്ട് നമ്മളിത് നല്ലതുപോലെ ഒന്ന് നിറച്ച് കൊടുക്കുകയാണ്. ഒരു 5-6 മണിക്കൂറോളം ഇരിക്കണം. ചിലപ്പോൾ 5 മണിക്കൂറൊന്നും വേണ്ടി വരത്തില്ല. ഒരു 3 മണിക്കൂറിനകത്തൊക്കെ ചിലപ്പോൾ അത് നല്ലതുപോലെ കട്ടയായിട്ട് വരും കേട്ടോ. പിന്നെ വേറൊന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് നിറച്ച് കഴിയുമ്പം കുറച്ച് കഴിയുമ്പോൾ ഇത് നല്ലതുപോലെ വീർക്കാൻ തുടങ്ങും. ഇതിനകത്തുള്ള ആസിഡിനൊക്കെ അത് എന്താ പറയുക, അത് ആക്ട് ചെയ്തിട്ട് നല്ലതുപോലെ ഇങ്ങനെ പൊന്തി വരാൻ തുടങ്ങും. അന്നേരം അത് പൊന്തി വരാതിരിക്കാൻ നമുക്ക് കുറച്ച് കനമുള്ള എന്തെങ്കിലും ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. അതായത് ഇപ്പോൾ ഒരു കട്ടിംഗ് ബോർഡ് ആണെങ്കിലോ അല്ലെങ്കിൽ നല്ലൊരു കനമുള്ള ഒരു പാത്രം ചട്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് അതുപോലെ ഒന്ന് വെച്ച് കൊടുത്തെന്ന് അത് അമങ്ങിയിരുന്നോളും. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് വരാം. കണ്ടോ, ഞാനൊരു 1-2 മിനിറ്റ് ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഫില്ല് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇത് വീർത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. വളരെ കുറച്ച് ഇട്ടാൽ മതി. ഇനിയിപ്പോൾ വീർത്ത് വരുമ്പോൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല വെയിറ്റ് ഉള്ള എന്തെങ്കിലും ഇതിൻ്റെ മേലെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ അതവിടെ വീർത്ത് വരാതെ നല്ല ഷേപ്പിലങ്ങ് ഇരുന്നോളും. അപ്പോൾ എന്തായാലും ഞാൻ ഇത് ഇങ്ങ് മാറ്റി വയ്ക്കുവാണ്. ഒരു 5-6 മണിക്കൂറോളം ഇരിക്കണം. ഞാനപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഓൾറെഡി മുന്നേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിതാണ്. ഇത് നിങ്ങൾ ഷേപ്പ്ലെസ് ഒന്നും നോക്കണ്ട, അതെൻ്റെ കുഞ്ഞുങ്ങളുടെ കുഴപ്പമാണ്. അവർ ഞാനറിയാതെ കൈയിട്ട് കുത്തി, അതിങ്ങനെ രസമല്ലേ ഇങ്ങനെ വീർത്ത് വരുമ്പം, അപ്പോൾ അതവർ രസം പിടിച്ചതാണ്. പക്ഷേ ഇത് നല്ല കറക്റ്റ് ഷേപ്പിൽ തന്നെ വരും. എന്തുകൊണ്ട് ഒരെണ്ണം എനിക്ക് ബാക്കി വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ ഇതാ നോക്കിക്കേ, നല്ല ശരിക്കും ആ ഒരു ഐസ് ക്യൂബ് എങ്ങനെയാണ് വരിക അതേ ഒരു ഷേപ്പിൽ നല്ല ഹാർഡായിട്ട് നല്ലൊരു എന്താ പറയുക, ഒരു കല്ല് പോലെ അങ്ങ് കറക്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാനിത് ഇതുപോലത്തെ ഒരു കുഞ്ഞൊരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിനകത്ത്, ഇതൊരു ചില്ലും കുപ്പിയാണ്, ഇതിനകത്ത് ഞാനിത് നിറച്ച് വെക്കും. എന്നിട്ട് ഞങ്ങളുടെ ടോയ്ലറ്റിൽ ഇത് എപ്പോഴും അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ടോയ്ലറ്റിൽ നിന്ന് നമ്മൾ ഫ്ലഷ് ചെയ്ത് ഇറങ്ങി കഴിയുമ്പോൾ ഇതിൽ നിന്ന് ഒരു ടാബ്ലറ്റ് ഞങ്ങളങ്ങ് ഇട്ട് വെച്ചേക്കും. ആരാണ് ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊരു ടാബ്ലറ്റ് ഇടും. അപ്പോൾ നമുക്ക് ആ ടോയ്ലറ്റിനകത്ത് നല്ലതുപോലെ ക്ലീൻ ആവും. അതുപോലെ തന്നെ ഇതിനകത്തുള്ള ചീത്ത മണങ്ങളൊക്കെ ഈ ബേക്കിംഗ് സോഡ അബ്സോർബ് ചെയ്യും. നല്ലൊരു സെൻറ്റഡ് സ്മെല്ലും ഉണ്ടാവും. നമ്മൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും എസെൻഷ്യൽ ഓയിലോ അല്ലെങ്കിൽ ഫാബ്രിക് കണ്ടീഷണറോ എന്താണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ലും ഉണ്ടാവും. അപ്പോൾ അതാ നമ്മുടെ ഒരു ടോയ്ലറ്റ് ക്ലീനിങ് ടാബ്ലറ്റ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യാമെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഇതിനകത്ത് ഒരു ബൗളിനകത്ത് വെള്ളം ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഇത് പതുക്കെ ഇങ്ങനെ പതയാൻ തുടങ്ങും. അപ്പോൾ പതഞ്ഞാണ് ഇതിൻ്റെ ഒരു റിയാക്ഷൻ വരുന്നത്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ കളർ ചേർത്തിട്ടുണ്ട്, പക്ഷെ വെള്ളത്തിന് ഒരു കളർ വ്യത്യാസം വന്നിട്ടില്ല. അതുകൊണ്ട് കളർ ചേർക്കുമ്പോൾ പേടിക്കൊന്നും വേണ്ട, അത് കളർ ഇതിനകത്ത് വരത്തേയില്ല, പിന്നെ കാണാനൊരു ഭംഗി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ടോയ്ലറ്റ്. ഈ ടോയ്ലറ്റിൻ്റെ ആ ഒരു ഫ്ലഷിൻ്റെ മേലെ ഞാൻ എപ്പോഴും ഇതുപോലത്തെ ആ ഒരു കണ്ടെയ്നർ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഓരോ പ്രാവശ്യം ഞാൻ പറഞ്ഞ പോലെ ഉപയോഗം കഴിയുമ്പോൾ നമ്മൾ ഫ്ലഷ് ചെയ്ത് കഴിയുമ്പോൾ ഇതൊന്ന് ഇട്ടാൽ മതി, നല്ലതുപോലെ ക്ലീൻ ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നമ്മുടെ വലിയൊരു ക്ലീനിങ്ങിൻ്റെ ഇടയ്ക്കുള്ള കൊച്ചു ക്ലീനിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ പെട്ടെന്ന് സമയമില്ല, ഒരു ഗസ്റ്റ് വന്നു, നമ്മുടെ ടോയ്ലറ്റ് പെട്ടെന്ന് ഒന്ന് ഇതാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ 2-3 ക്യൂബ്സ് ഇട്ട് അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ ടോയ്ലറ്റ് നല്ലപോലെ ഷൈൻ ആവും. ഞാൻ പറഞ്ഞ പോലെ മണമൊന്നും ഉണ്ടാവത്തില്ല, നല്ലൊരു സെൻറ്റഡ് സ്മെല്ലായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒപ്പം എൻ്റെ ഈ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കൂടെ ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.